ആദ്യമായിട്ട് അഭിനയിക്കണവരുണ്ടെങ്കിൽ കൂടി അങ്ങനെ തോന്നില്ല, അതുപോലെയായിരുന്നു. ഇപ്പൊ ന്യൂ ജനറേഷനൊക്കെ കാണേണ്ട മൂവിയാണ്. നല്ല പടമാണ്. പേടിയൊക്കെ വരുന്നുണ്ട് പിള്ളേർക്കൊക്കെ പറ്റി? കുറച്ച് പിള്ളേർക്ക് പേടിക്കാം, എന്നാലും കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല പടം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ശരിക്കും സാധാ സ്റ്റോറികളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തതകൾ നിറഞ്ഞൊരു സ്റ്റോറിയാണ്. ഒരു ഇങ്ങനത്തെ ഫിലിംസ് ഭയങ്കര കുറവാണ്, റെയറാണ് വരുന്നത്. നമ്മളിങ്ങനെ പഴയ കേട്ടിട്ടുള്ള കഥകളൊക്കെ പോലെ നല്ല രസമുണ്ട്. കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഭയങ്കര എന്തായാലും ഇഷ്ടം. ശരിക്കും നല്ല മൂവിയാണ്, കുട്ടികളായിട്ട് ഇരുന്ന് കാണാം. അത്യാവശ്യം ഹൊറർ കണ്ടന്റ്സ് എല്ലാം ഉണ്ട്. നല്ല എല്ലാം കൊണ്ടും നല്ല ഒരു സിനിമയാണ്. നമുക്ക് എന്തായാലും കുട്ടികളായിട്ടും അഡൾട്ട്സായിട്ടൊക്കെ ഇരുന്ന് കാണാം. എല്ലാവരും കൂടെ കണ്ടപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ പടമല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ആൾക്കാരെ എൻജോയ് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്തു. കാണുമായിരിക്കും, അറിയില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള തിയേറ്ററിലേക്ക് ഇത് അറിയുമ്പോൾ അറിയാം. ഇതിപ്പം നമ്മുടെ ആൾക്കാർ തന്നെയായിരുന്നല്ലോ. ബാക്കിയുള്ള തിയേറ്ററിൽ നിന്ന് എന്താണ് റിസൾട്ട് വരുന്നത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും പിള്ളേർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയൊരു ഫിലിം തന്നെയല്ലേ? തീർച്ചയായും. ആണല്ലോ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ ഒന്ന് കാണാൻ വേണ്ടി പറയണം. അത്രേ ഉള്ളൂ. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രംഗങ്ങളുള്ള ചിത്രമാണ്. കുറച്ച് ഈ ഗുളികൻ അങ്ങനത്തെ പരിപാടികളൊക്കെ രസമുണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ പേടിപ്പിക്കില്ല, എന്നാലും ഫാമിലിയായിട്ട് കുഞ്ഞു പിള്ളേർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഫാമിലി സബ്ജക്റ്റാണ്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും പിടിച്ചിരുത്താവുന്ന ഒരു നല്ല ചിത്രമായിട്ട് വരുന്നു. നല്ലൊരു പടമാണ്, നല്ലൊരു സിനിമ കണ്ടൊക്കെയാണ്. അതായത് സൈജു ഗ്രൂപ്പിൻ്റെ ദേവനന്ദ ആ കൊച്ചിൻ്റെയും ഗംഭീരമായൊരു അഭിനയം. പിന്നെ ഒരു ഹൊറർ ഫെസ്റ്റിവലാണ് ഈ കഥ പറഞ്ഞു പോണത്. പക്ഷേ പേടിപ്പിക്കുന്ന ഫീലൊന്നും അത്രയ്ക്ക് ഇല്ലെങ്കിലും ഒരു ഹൊറർ ഫീല് തന്നെ ഉണ്ട്. പിന്നെ പടത്തിൻ്റെ മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ BGM ഒക്കെ ഉണ്ടല്ല, അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നല്ല അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ശരിക്കും അത് ഫീൽ ചെയ്യും. എന്തായാലും പടം മസ്റ്റ് തിയേറ്റർ വാച്ചുകളായിട്ട് എനിക്ക് തോന്നുന്നു. സൈജു സാറും ദേവനന്ദയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നതും മാളികപ്പുറത്തിന് ശേഷം അതിന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ഒരു കോംബോ തന്നെ ഇതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എക്സ്പ്ലോർ ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരഞ്ജ് രാജു ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നിരഞ്ജൻ്റെ ഒരു ക്യാരക്ടർ വന്നിരിക്കുന്നത്. നിരഞ്ജൻ്റെ കോമഡി സീക്വൻസസ് ഉണ്ട്, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. തിയേറ്ററിൽ എല്ലാവരും ആ സീക്വൻസസ് വന്നപ്പോൾ കുറേ ചിരിക്കുന്നുണ്ടായിരുന്നു. സോ നിരഞ്ജൻ്റെ ആ ഒരു ഫേസ് കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടവരെ വെച്ചിട്ട് ഞാനിതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മണിമുള്ള സാറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്, സുലേഖ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. സോ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ. താങ്ക് യു സോ മച്ച്.